നമുക്ക് അരവിന്ദിന്റെയും മക്കളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന യമുനയെ കാണാനില്ലെന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പം ജയബാലനും പ്രവീണയും കൂടെ അരവിന്ദന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഈ സമയത്ത് വല്ലാത്തൊരു വിഷമത്തിലായിരുന്നു ശാരദയും രാധമയും എല്ലാവരും കൂടെ. എന്താ സംഭവിച്ചത് എങ്ങനെയൊന്നും അറിയത്തില്ല. വിനീതും കാവേരിയും ഗംഗയൊക്കെ അന്വേഷിച്ച് പോയിട്ടുണ്ട്. പക്ഷെ ഒരു വിവരം ഇതുവരെയായിട്ടും അറിയില്ല. അങ്ങനെ അവരങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും രാധ പറഞ്ഞു, എൻ്റെ മോൾക്ക് എന്ത് പറ്റിയെന്ന് പോലും അറിയത്തില്ല. അപ്പോഴേക്കും പ്രവീണ എന്നിട്ട് ശാരദയോട് ചോദിച്ചു, എന്താ ശാരദ, എന്താ സംഭവിച്ചെന്നൊക്കെ ചോദിച്ചു. എനിക്കറിയത്തില്ല എൻ്റെ മോൾക്ക് എന്താ സംഭവിച്ചതെന്ന്. അപ്പോഴേക്കും ഭയങ്കര സങ്കടം അഭിനയിച്ചുകൊണ്ട് ജയബാലൻ പറഞ്ഞു, വിഷമിക്കേണ്ട ശാരദ, എന്ത് വന്നാലും ഇവിടെ പോലീസും നീതി നിയമവും ഒക്കെ ഉണ്ടല്ലോ, നമുക്ക് അന്വേഷിക്കാം, ധൈര്യമായിട്ടിരിക്കുക. ഈ പറയുന്ന ജയബാലൻ അറിയില്ലല്ലോ ജയബാലന്റെ മകനടുത്ത് കടത്തിക്കൊണ്ടു പോയെന്നുള്ള കാര്യങ്ങളൊക്കെ. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രാധമ്മ പറഞ്ഞു, എൻ്റെ മോള്, അതെ കാര്യമൊക്കെ കാര്യം, നിനക്കൊരാപത്തുണ്ടായെന്ന് അറിഞ്ഞാൽ പിന്നെ എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് ഓടി വന്നേന്ന് പറഞ്ഞു. ഈ സമയത്ത് സുജാത അങ്ങോട്ടേക്ക് വന്നു. അങ്ങനെ സുജാത വന്ന് അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട്. വിഷമിക്കാതിരിക്കുക, അവരന്വേഷിച്ച് പോയിട്ടുണ്ടല്ലോ, ഇപ്പത്തേനൊക്കെ വരൂ എന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് ജയബാലൻ പറഞ്ഞു, അതെ ഒരു കാര്യം ചെയ്യാം, എൻ്റെ പരിചയത്തിലുള്ള ആളെ SI ഞാൻ പോലീസ് സ്റ്റേഷൻ വിവരം അറിയിക്കാം. അപ്പോഴേക്ക് ശാരദ പറഞ്ഞു, വേണ്ട, അതൊക്കെ വലിയ പ്രശ്നമാവും. എന്ത് പ്രശ്നം? ഞാൻ കാര്യങ്ങളൊക്കെ പറയാം. ഇത്ര സമയമായില്ലേ, ഇതുവരെയായിട്ട് ഒരു വിവരം കിട്ടിയിട്ടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ പോലീസ് അന്വേഷിക്കട്ടെ. പോലീസ് അന്വേഷിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും വിവരങ്ങളൊക്കെ കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശാരദ പറഞ്ഞു, എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞു. പ്രവീണ പറഞ്ഞു, ഇങ്ങനൊന്നും പറയല്ലേ ശാരദ, ഇതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കില്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ ജയബാലൻ എന്ത് ചെയ്തു, പോലീസിനെ വിളിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും പോലീസ് ജീപ്പ് അങ്ങോട്ടേക്ക് വന്നു. പോലീസ് ജീപ്പ് അങ്ങോട്ടേക്ക് വരുന്ന കണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത വീട്ടിലുള്ളവരൊക്കെ ഇങ്ങനെ ആകാംക്ഷപൂർവ്വം നോക്കുകയാണ്. അവിടെ എന്താ ഏതാന്ന് അറിയത്തില്ല, പോലീസൊക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ആൾക്കാർക്കൊന്നും അധികം കാര്യം ഉണ്ടായിരുന്നില്ല. യമുനയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് അവർക്ക് അറിയണ്ടായിരുന്നില്ല. അങ്ങനെ പോലീസ് വന്നു കഴിഞ്ഞപ്പോഴത്തേനുമാണ് അവര് കാര്യങ്ങൾ തിരക്കുന്നത്. അപ്പോഴാണ് അറിയുന്നത് യമുനയെ കാണുന്നില്ലെന്നുള്ള വിവരങ്ങള്. ഈ സമയത്ത് ശാരദ ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെ SI വന്നിട്ട് ശാരദയോടൊക്കെ കാര്യങ്ങൾ തിരക്കുന്നുണ്ട്. യമുനയെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. എന്നും കോളേജിൽ വിട്ടു വരുന്ന സമയം എപ്പോഴാ, എന്താ, എങ്ങനെയാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശാരദ പറഞ്ഞു, ഇന്ന് വരെ എൻ്റെ മോള് താമസിച്ച് വന്നിട്ടില്ല, എന്നും കൃത്യസമയത്ത് വരുന്ന. ഇപ്പൊ അവൾക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ല, അവൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചു കാണും. അപ്പോഴേക്ക് SI ചോദിച്ചു, അവൾക്ക് ഇനി വല്ല പ്രേമബന്ധം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ചെറുപ്പക്കാരൻ്റെ കൂടെ പോയതാണോ? എൻ്റെ മോൾ അങ്ങനെയും ചെയ്യത്തില്ല, എൻ്റെ മോൾക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ അങ്ങനെയല്ല അവളെ വളർത്തിയത്. അരവിന്ദേട്ടനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അരവിന്ദേട്ടന് മക്കൾ ഒരിക്കലും അങ്ങനെ പിഴച്ചു പോകത്തില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം SI പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഒന്ന് അന്വേഷിച്ച് നോക്കാം. നോക്കട്ടെ, നിങ്ങൾ ഈ കാണാന്ന് പോയപ്പോൾ തന്നെ പറയേണ്ടതായിരുന്നല്ലോ, എന്നിട്ട് ഇപ്പോഴാണോ പറയണമെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ അന്വേഷിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോലീസുകാർ അങ്ങോട്ട് പോകുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ജയബാലൻ പ്രവീണോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രവീണയും കൂട്ടി ഇറങ്ങുന്ന സമയത്ത് ജയബാലൻ അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട്. വിഷമിക്കൊന്നും വേണ്ട, പോലീസിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ, അവരെത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് കൊണ്ടുവന്നൊക്കെ പറഞ്ഞു. അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും അടുത്ത വീട്ടിലുള്ളവരൊക്കെ വന്ന് ചോദിച്ചു, എന്താ ശാരദേച്ചി ഇത്, യമുനയെ കാണാനില്ലെന്ന് ഞങ്ങൾ ഇപ്പോഴല്ലേ അറിയുന്നേ, നിങ്ങളൊരു വാക്ക് പോലും പറഞ്ഞില്ലോ. അപ്പോഴേക്ക് സുജാത പറഞ്ഞു, എന്തിനാ എന്ന് ചോദിച്ചു. അല്ല അത് പിന്നെ കൊട്ടി കോഴിച്ചാണ് നടക്കാനായിരിക്കുമല്ലേ, നിങ്ങൾ എന്താണോ അറിഞ്ഞു കാണുമെന്നറിയാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിക്കുമ്പോൾ കണ്ടു നിൽക്കുന്നവർക്ക് രസമാന്ന് പറഞ്ഞ കണക്ക് നിങ്ങൾ കളി കണ്ട് ആസ്വദിക്കാൻ വേണ്ടി വന്നതല്ലേ, പോയിക്കോണല്ല ഇവിടുന്ന്, ഒറ്റോണത്തിന് ഇവിടെ കണ്ടുപോയേക്കല്ലേ. കാരണം അവർക്കൊക്കെ ന്യൂസ് പിടിച്ചിട്ട് അത് ചൂടോടുകൂടി മറ്റുള്ളവരോട് പറഞ്ഞ് രസിക്കാനാണ്. അത് സുജാതയ്ക്കും മനസ്സിലായി. മറ്റുള്ളവരുടെ മുറിവ് കുത്തി രസിക്കുമ്പോൾ വല്ലാത്തൊരു സുഖമുണ്ട്. സ്വന്തം വീട്ടിലിങ്ങനെ ഒരു സംഭവം നടന്നാലേ വേദന വരുവുള്ളൂ. ഒടുവിൽ അവരെ പിറുപിറുത്തോണ്ട് അങ്ങോട്ട് പോകുമ്പോഴത്തേനും സുജാത പോയി ശാരദയോടൊക്കെ പറഞ്ഞു, വിഷമിക്കൊന്നും വേണ്ട ശാരദ, സങ്കടപ്പെടാതിരിക്കുക, അവർക്കൊക്കെ വെറുതെ ഒരു കളിയും തമാശ. പക്ഷെ നമുക്കങ്ങനെയല്ലോ, നീ ധൈര്യമായിട്ടിരിക്കുക, വിനീതൊക്കെ പോയിട്ടുണ്ടല്ലോ, അന്വേഷിച്ച് കണ്ടുപിടിക്കുമല്ലോ എന്ന് പറഞ്ഞു. ഈ സമയത്ത് വിനീതൊക്കെ വിശാലിനെ ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ വിശാല്, ഞാൻ എന്ന് പറഞ്ഞില്ല രാമനാരായണ എന്ന മട്ടിലാണ്, എനിക്ക് യമുനെ കുറിച്ച് ഒരു വിവരം അറിയത്തില്ല, അല്ലെങ്കിലും ഞാൻ എന്തിനാ അവളെ കാണുന്നേ. ഈ സമയത്ത് കാവേരി പറഞ്ഞു, വിശാലെ, നീയുമായിട്ട് അവൾക്ക് ഇതോ അടുപ്പമുണ്ടായിരുന്നു, ആ കാര്യം എനിക്കറിയാവുന്ന, അതുകൊണ്ടാണ് നിന്നോട് ഞാൻ ചോദിക്കുന്നത്. സത്യം പറ, നിനക്ക് എന്തെങ്കിലും മനസ്സറിവുണ്ടെന്ന് നീ പറ. വെറുതെ ഇവിടെ വന്ന് സമയം കളയാതെ വേറെ എവിടെയെങ്കിലും പോയി നോക്ക്. ഇവിടെ നിന്ന് വെറുതെ സമയം കളഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ കിട്ടാനും പോകുന്നില്ല, നിങ്ങളുടെ സമയം വേസ്റ്റായി പോകുന്നതെന്ന് പറഞ്ഞു. നിവിൻ പറഞ്ഞു, എടാ നീ സത്യമാണല്ലോ പറയണേ, ഞങ്ങൾക്കത് വിശ്വസിക്കാലോ അല്ലേ. ആഹാ, ഇപ്പൊ എന്താ നിവിനേണ്ണ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ അങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ല, എന്റെ തലയിലേക്ക് കുറ്റം കെട്ടിവെക്കാനാണോ ശ്രമിക്കുന്നത്?
യമുനയെ കാണാനില്ലെങ്കിൽ അവൾ വേറെ ആരുടെയെങ്കിലും കൂടെ പോയിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഇതുകൊണ്ട് ഫ്രണ്ട്സ് ഉണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് നോക്ക്. അത് കേട്ടപ്പോൾ കാവേരിക്ക് ദേഷ്യം വന്നു. കാവേരി അടിക്കാനായിട്ട് കൈപൊക്കി. എന്തു പറഞ്ഞടാന്ന് ചോദിച്ചോണ്ട്, ദേ എന്നെ അടിക്കാൻ കൈപൊക്കിട്ടൊന്നും ഒരു കാര്യമില്ലാന്ന് പറഞ്ഞു. അപ്പോഴേക്കും വിനീത് പറഞ്ഞു, വേണ്ട കാവേരി, വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞു. വാ നമുക്ക് പോകാമെന്നും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു, ഒടുവില് അങ്ങനെ അവരെയും കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങുവാണ്. എന്നാലും കാവേരിയുടെ മനസ്സിൽ ആ സംശയമുണ്ട്. യമുന എവിടെ പോയെന്നൊരു ചിന്തയായിരുന്നു മനസ്സിൽ. അങ്ങനെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും നീയും പറഞ്ഞു, ഇനിയിപ്പോൾ എവിടെ പോയി അന്വേഷിക്കുമെന്ന് ചോദിച്ചു. വിനീത് പറഞ്ഞു, എനിക്കറിയില്ല, ഇവിടെ ഉണ്ടെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടല്ലേ നമ്മൾ വന്നത്. കാവേരി പറഞ്ഞു, എൻ്റെ മനസ്സ് പറയുന്നുണ്ട് യമുന ഇവിടെ തന്നെ ഉണ്ടെന്ന്, ഇവിടുന്ന് എങ്ങോട്ടും പോവില്ലെന്ന്. എന്തോ ഇവിടുന്ന് പോകാനായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഗംഗ പറഞ്ഞു, അല്ല ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ, അവൾ ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ നിൽക്കുന്നത്? ആ വിശാല് പറഞ്ഞു കേട്ടില്ലേ? എന്തോ എനിക്ക് അവന്റെ മുഖം കണ്ടിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. അവൻ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ പറയുന്ന പോലെ എനിക്ക് തോന്നണേന്ന് പറഞ്ഞു. വിനീത് പറഞ്ഞു, അങ്ങനെ ആ വഴിയില്ല, കാരണം ഉണ്ടെങ്കിൽ നമ്മളിവിടെ കാണണ്ടല്ലേ, നിങ്ങൾ അവിടെ മുറിയൊക്കെ അരിച്ചു പെറുക്കി നോക്കിയില്ലേ? അതെ, എല്ലാവരും ഞങ്ങൾ നോക്കി, പക്ഷെ അവളെ വിളിച്ചിട്ട് കേട്ടതില്ല. അവളിവിടെ ഉണ്ടായിരുന്നെങ്കിൽ കേൾക്കേണ്ടതായിരുന്നു പറഞ്ഞു. വിനീത് പറഞ്ഞു, എങ്കിൽ ശരി നമുക്ക് പോവാം, നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി അന്വേഷിക്കാന്ന് പറഞ്ഞു. ഇനിയിപ്പം വേറെ ഏതെങ്കിലും ഫ്രണ്ട്സിനോടൊപ്പം ഒരു ഫ്രണ്ട്സിനോടൊപ്പം പോകത്തില്ല, പിന്നെ വിളിച്ചിട്ട് ഫോണും കിട്ടാത്തതുകൊണ്ട് അതും ഒരു ടെൻഷനാന്ന് പറഞ്ഞു. അങ്ങനെ അവരങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനാണ് ആ കാഴ്ച കാണുന്നേ. യമുനയുടെ ഒരു ചെരുപ്പ് അവിടെ കിടക്കുന്നേ. പെട്ടെന്ന് കാവേരി ഓടിച്ചെന്ന് ആ ചെരുപ്പെടുത്തു. ഗംഗേച്ചി ഇത് നോക്ക്, ഇത് യമുനയുടെ ചെരുപ്പല്ലേന്ന് ചോദിച്ചു. അതേലോ, ഇത് യമുനയുടെ ചെരുപ്പാണല്ലോന്ന് പറഞ്ഞു. അപ്പോഴേക്കും കാവേരി വിനീതിനോട് പറഞ്ഞു, വിനീതേട്ടാ ഇവിടെ എവിടെയോ യമുനയുണ്ട്, ഞാൻ പറഞ്ഞില്ലേ, അവൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, നമ്മളോട് കള്ളത്തരം പറഞ്ഞാന്ന് പറഞ്ഞു. ഒടുവിൽ വിനീതിനും ഇവനുമൊക്കെ അകത്തേക്ക് പാഞ്ഞു എന്ന് കഴിഞ്ഞപ്പം എല്ലാവരും പറ്റിച്ചല്ലോ, അവരൊക്കെ പോയല്ലോ എന്നൊരു സന്തോഷത്തോട് കൂടിയിട്ട് വിശാലും കൂട്ടി നിൽക്കുകയാണ്. അപ്പോഴേക്കും വിശാലിനെ ഇത് കാരണത്തിലിട്ട് 4 പൊട്ടിക്കുകയാണ് വിനീത്. സത്യം പറയടാ, യമുന എവിടെയെന്ന് ചോദിച്ചു. അപ്പൊ നിങ്ങളോടല്ലേ പറഞ്ഞു യമുന ഇവിടെ ഇല്ലെന്ന്, വെറുതെ കള്ളത്തരം പറഞ്ഞാണ്ടല്ലോ, ഈ ചെരുപ്പ് പിന്നെ ആരുടെയാടാ, ഇത് യമുനയുടെയാന്ന് പറയാണ്. എനിക്കറിയില്ല എന്നൊക്കെ അവൻ പറഞ്ഞു ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. അപ്പോഴേക്കും നീയും പറഞ്ഞ് കയറി നോക്കാൻ പറഞ്ഞു. ഈ സമയത്ത് കാവേരിയും ഗംഗയും കൂടെ യമുനയെന്നും വിളിച്ചോണ്ട് അകത്തേക്ക് കയറി ഓടുകയാണ്. അവിടെയൊക്കെ പോയി നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല. ഇതേ സമയത്ത് ഈ പറയുന്ന വിശാലിനെയും കൂട്ടരെ ഇടിച്ചിഞ്ച പരുവാക്കാണ് നിവിനും വിനീതും ഒക്കെ ചേർന്നിട്ട്. എന്നിട്ടും അവന്മാർ എവിടെയെന്ന് പറയുന്നുണ്ടായിരുന്നില്ല. അകത്തൊന്നും വിളിച്ചിട്ട് കാണാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും കാവേരിക്ക് സങ്കടം വന്നു. കാവേരി അവിടെ നിന്ന് കരയുവാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യും ഗംഗേച്ചി, വിളിച്ചിട്ട് കേൾക്കണമില്ലല്ലോ, അവളിവിടെ ഉണ്ടായിരുന്നെ കേൾക്കേണ്ടതല്ലേ, അവൾക്കിനി എന്തേലും സംഭവിച്ചു കാണുമോ എന്നൊരു പേടി അവരുടെ മനസ്സിലുണ്ട്. ഒടുവിൽ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അവിടെ ഒരു ബാഗിന്റെ വള്ളി കിടക്കുന്നുണ്ട്, ഒരു മുറിയുന്ന ബാഗിന്റെ വള്ളി കുറച്ചിങ്ങനെ പുറത്തേക്ക് കിടക്കുന്നുണ്ട്. പെട്ടെന്ന് കാവേരി ഗംഗയോട് ഗംഗേച്ചി അത് നോക്കാൻ പറഞ്ഞു. ശരിയാണല്ലോ, പുറത്തുനിന്ന് ആ മുറി ലോക്ക് ആക്കിയിരിക്കുകയാണ്. പെട്ടെന്ന് ആ മുറി മുട്ടിയിട്ട് യമുനെന്ന് വിളിക്കുകയാണ്. കേൾക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും നിവിൻ അങ്ങോട്ട് വന്നു. നിവിനെ ഇത് നോക്ക്, ഇത് യമുനയുടെ ബാഗിന്റെ വള്ളിയാന്ന് പറഞ്ഞു. മുറി ലോക്കാണല്ലോ എന്ന് പറഞ്ഞു. ഒടുവില് അവര് മുറി തുറക്കുവാണ്. മുറി അടിച്ചു തുറന്നു കഴിഞ്ഞപ്പോൾ കാണുന്ന കാഴ്ച ബോധം കെട്ട് അവിടെ കിടക്കുന്ന യമുനയാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും ഞെട്ടിപ്പോയി. ആരും ഇത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും വിശാലിനെയും പിടിച്ചുകൊണ്ട് വിനീത് അങ്ങോട്ട് വന്നു. വിനീത് വന്നിട്ട് സത്യം പറയടാ, നീ ഇവളെ എന്താ ചെയ്തേന്ന് ചോദിച്ചു. ഞാനൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു. ആ സമയം കാവേരിയും ഗംഗയും കൂടെ മോളെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ യമുനെ തട്ടി വിളിക്കുകയാണ്. പക്ഷെ യമുനയ്ക്ക് ബോധം പോലും ഉണ്ടായിരുന്നില്ല. കാരണം നന്നായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു വിശാല്. ഫുഡ് പോലും യമുന കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ക്ഷീണോ എല്ലാം കൂടെ കൊണ്ട് അവളുടെ ബോധം പോലും പോയിട്ടുണ്ടായിരുന്നു. കാവേരിക്കും എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, എന്ത് സംഭവിച്ചതെന്ന് അറിയത്തില്ലോ. ആകെപ്പാടെ ഒരു വെപ്രാളും ടെൻഷനും. വിനീതും നിവിനൊക്കെ പറഞ്ഞ് പേടിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ടിരിക്കുക, ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. പിന്നീട് കുറച്ച് വെള്ളം എടുത്തുകൊണ്ടുവന്ന് വെള്ളമൊക്കെ മുഖത്ത് കളിച്ച് കഴിഞ്ഞപ്പോഴത്തേനും പതുക്കെ യമുന കണ്ണു തുറക്കുകയാണ്. കണ്ണ് തുറന്നു കഴിഞ്ഞപ്പോഴാണ് അവർക്കൊക്കെ ആശ്വാസമാകുന്നത്. അപ്പം അതിൻ്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ വരാട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.